പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം. വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ. അമ്പിളി ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറുതിര തുള്ളും തിര 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 മറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര. തിര കരയോട് തിരമെല്ലെ കടലിന്റെ കഥ ചൊല്ലി. തിരയോട് കരമെല്ലെ മലയുടെ കഥ ചൊല്ലി. അത് പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി. അത് പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി. കടകഥകൾ പഴങ്കഥകൾ അവയുടെ ചിറകുരുമ്പി പദം പറഞ്ഞിനി പറന്നുയരാ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളി പുള്ളി പുള്ളിയുള്ള പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളി പുള്ളി പുള്ളിയുള്ള പുള്ളിക്കുയിലേ. അല കടലല അല ഇളകുമ്പോൾ നുര പദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. അല കടലല അല ഇളകുമ്പോൾ നുര പദ നുര നുര ചിതറുമ്പോൾ എന്തൊരു മോഹം എന്തൊരു ചന്തം. തിരവിരൽ തൊട്ടു മണൽ തരി അതിലൊരു നുര ചെറുപദ നുര. നുര കരയിലെ മണലിന് കടലൊരു കുറി ചൊല്ലി. കുറിമല വെളുത്തൊരു തെന്നലിനു കരനൽ. തെന്നലത് പറ പറ നഗലത്തെ മുളയുടെ കടലിന്റെ കരളിലെ കനവിനു കടം നൽകി. മുളപാടി കാറ്റാടി കടലിന്റെ കഥയെല്ലാം കാടറിഞ്ഞേ നാടറിഞ്ഞേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളം കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം തേവണം. കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം. വേമ്പനാട്ടു കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ. അമ്പിളി ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതിമൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കാക്കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. അബി എന്തോ ആൻഡ് പ്രണവ് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്താ എനർജി. പിന്നെ പ്രണവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളല്ല പ്രണവ്. മുന്നേ റിയാലിറ്റി ഷോസിലൊക്കെ വന്നിട്ടുള്ള ആളാണ്.
അപ്പൊ എന്തായാലും ചോദിക്കാം പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. അതിന് മുന്നേ പ്രണവിനെ കുറിച്ച് പറ. എന്താണ് പ്രണവിനെ കൊണ്ടുവരാനുള്ള കാര്യം? പ്രണവേട്ടൻ സ്റ്റാർ സിംഗറിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ജൂനിയേഴ്സിൽ. അപ്പോ കണ്ടപ്പം നല്ല പാടുണ്ടാ ചേട്ടാ, അപ്പോ വിളിച്ച്. സ്റ്റാർ സിംഗർ ജൂനിയേഴ്സിൽ കണ്ടിട്ടുണ്ടെന്നോ? ചേട്ടനെ പൊന്നു മോനെ, ഇവനെ ഏത് പ്രായത്തിലാ നീ കണ്ടെന്നറിയോ? അന്ന് തൊട്ടില് കിടന്ന കണ്ടത്. അന്ന് ഞാൻ ചിരിക്കൊടുക്കാന്ന് വിളിച്ച ഒരു പ്രണവാണിത്. കാരണം അവന് എപ്പോൾ പാടുമ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടാണ് പാടുന്നത്. ഏത് പാട്ട് പാടുമ്പോഴും ചിരിച്ചുകൊണ്ട് പാടും. അപ്പം ശബ്ദം മാറുന്ന ഒരു സമയമായിരുന്നു. അപ്പം അങ്ങനെ വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു പ്രണവിന്. ഇപ്പൊ അതാ അടിപൊളിയായിട്ട് ഒരു വോയിസ് ഒക്കെ മാറി കിടിലമായിട്ടാ പാടിയത്. അവൻ പറഞ്ഞോ. അപ്പൊ ചേട്ടൻ നല്ലതായിട്ട് പാടുന്നോണ്ട് ഞാൻ വിളിച്ചോണ്ട് വന്നു. സീനിയറിൽ പാടേണ്ട ആളാ. സീനിയറിൽ പാടേണ്ട ആളിനെ വിളിച്ചോണ്ട് വന്നിട്ട് ജൂനിയറിൽ പാടുന്ന ഞാൻ കണ്ടു, അതുകൊണ്ട് വിളിച്ചു. എന്ത് സീനിയറിൽ വരാൻ ഗ്യാപ്പ് കിട്ടിയില്ല. അതാ ഒന്നുമല്ല, ഒരാളെ ഏതു നേരം നോക്കിയാലും കൊല്ലം 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 എന്ന് പറഞ്ഞ് നടക്കും. എന്നിട്ട് ഈ കൊല്ലംകാരനെ മറന്നുപോയി. എന്തിനാ ഇത്ര ചുമക്കുന്നു? ചുമ വന്ന്. സോറി സാർ. ശരത് സാറിന് ഓർമ്മയുണ്ടോ സാർ? ഈ കൊല്ലംകാരനെ ഓർമ്മയുണ്ടോ? എനിക്കോ? ചെറിയ ചിമിട്ട് ഓടി നടന്ന് ചിരിച്ച് ചിരിച്ച് പാടി. ഓർമ്മയില്ലേ സാർ? എനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് നിന്റെ ചിരി അറിയാം, ഇങ്ങനെ അവന്റെ സൈഡിലേക്കുള്ള ചിരി. ഇത് എനിക്ക് ഓർമ്മ വരുന്നു. അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ നിനക്ക്? പ്രണവേ, നീ എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാനിപ്പോ +2 പഠിക്കുന്നു. നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. നന്നായിട്ട് പാടി പ്രണവ് കേട്ടോ. എനിക്ക് നിന്നെ കണ്ടിട്ട് മഞ്ചേരി ഇല്ല, എനിക്ക് ചിരിക്കൊടുക്കാന്ന് എനിക്ക് ബാക്കി ഓർമ്മ വരുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് അവന്റെ പേര്, അപ്പൊ അത് മറന്നും പോയി. അത് പേര് പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ്. പക്ഷെ അവിടെയും പേരിനെക്കാട്ടിലും കൂടുതൽ ചിരിക്കൊടുക്കാന്ന് ചേച്ചി വിളിച്ചോണ്ടിരുന്നത്. അതാണ് എനിക്ക് അത് ഓർമ്മയുള്ളത്. എന്തൊക്കെയാണ് കൊള്ളാം. പ്രണവ് കണ്ടതിൽ സന്തോഷടാ. നന്നായിട്ട് പാടി രണ്ടും കൂടെ കേട്ടോ. എടാ ചക്കരെ, നീ നന്നായിട്ട് പാടി. എനിക്ക് ഈ പാട്ടിന് നമ്മൾ കുറച്ചും കൂടെ ഗ്രിപ്പ് ആവാമെന്ന് തോന്നിയടാ. ചില പല ഏരിയ നീ പാടുമ്പോൾ അതിൻ്റെ ഒരു സമാധാനമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറ്റൂ ലെവലിൽ കുറച്ചും കൂടെ ഒരു നന്നായിട്ട് പാടി കേട്ടോ. അത് നമ്മൾ പറയാതെ വഴിയില്ല. പക്ഷെ അത് കുറച്ചും കൂടെ ഇപ്പോൾ പല്ലവിയൊക്കെ നീ ഒറ്റയ്ക്ക് പാടുമ്പോൾ ആ കുട്ടനാടൻ കായലല്ലേ, അതപ്പോൾ അതിനുള്ള ഒരു കുറച്ചും കൂടെ വരാമായിരുന്നു ചക്കരയ്ക്ക്. പിന്നെ ആ ചരണം ഒന്ന് പാടാമോ? ഈ പ്രണവൊക്കെ പാടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. നൂരക്കരയിലെ മണലിന് കടലൊരു കുറി ചൊല്ലി ഇതല്ല, ഇതിനു മുമ്പുള്ളത്. ഈ പ്രണവമല്ല തുടങ്ങുന്നത്, അത് കഴിഞ്ഞിട്ടുള്ളത്. അല കടലല അല ഇളകുമ്പോൾ നുര പദ നുര നുര ചിതറുമ്പോൾ നുര ചിതറുമ്പോൾ അപ്പൊ അത് കറക്റ്റായിട്ട് പാടും. അല കടലല അല ഇളകുമ്പോൾ നുര പദ നുര നുര ചിതറുമ്പോൾ അത് ആ ട്യൂൺ കൃത്യമായിട്ട് വേണ്ടേ? എന്താന്നടേ. അതുപോലെ എനിക്ക് പ്രധാനമായിട്ടൊരു ഒരു ഇത് തോന്നിയത്, ഈ ചരണം കഴിഞ്ഞിട്ട് ഇവരൊരു ജതി കണക്ട് ചെയ്ത തരത്തില്ല നിനക്ക്. അതങ്ങോട്ട് ടക്കെന്ന് അത് ഓൺ ബീറ്റിൽ എടുക്കണ്ടേടാ. അവിടെ ഒന്ന് വലിഞ്ഞ് നമുക്കതൊന്ന് ആ രണ്ട് ആൺതരികൾ എണീക്കൂ. മക്കളെ, നിങ്ങൾ അതൊന്ന് പാടിക്കൊടുക്കടാ. ഈ കുട്ടനാടൻ കായലിലെ കെട്ട്. അവൻ തും വന്ന് ഞാൻ പാടി തുടങ്ങിയപ്പോ ഞാൻ പാടിയില്ല, ഞാനും കൂടെ പാടും. പാടിയില്ലേ ശ്രീഹരി? അവൻ പാടിയില്ല. അയ്യോ, നന്നായിരുന്നടാ. എന്നാ അവനും കൂടെ പാട്ടെ. കയ്യിന്ന് പോയവന്റെ. കുട്ടനാടൻ കായലിലെ കെട്ട്. എടാ തും 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 താക്കോട്ട താക്കോട്ട ഇങ്ങനെയാണ് പാടിക്കൊടുക്കുന്നത്. തും 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 തകിട്ട 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 കുട്ടനാടൻ കായ് എങ്കിലല്ല കുട്ടനാടൻ എടുക്കാൻ പറ്റൂ. താകിട 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 എന്ന് പാടിയാൽ ചുമ്മാ അവനെ പേര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നുകൂടെ. നിങ്ങളിപ്പോ ഒരു തീരുമാനത്തിലെത്തി. പാടിയല്ലേ? കുട്ടനാടൻ കായലിലെ തകിട തകിട കുറച്ചുകൂടെ പവർ വരണം.
തകിട തകിട തകിട. തും തകിട 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 ആ 1 2 3 ഗോ. തും 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 തകിട തകിട തകിട. കുട്ടനാടൻ കായലിലേക്ക് ആരോഗ്യം കുറച്ചും കൂടെ ഇത് വേണം, എനർജി വേണോടാ. ഒരു തകിട ഡൗട്ടിലാണ്. തകിട തകിട എന്ന് പറയാം. അവൻ വേറെ ഏതെങ്കിലും പാട്ട് പാടും കേട്ടോ. അത് കുറച്ചും കൂടെ പവറിൽ കൊടുക്കണം. അതെല്ലാം പറഞ്ഞാൽ അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. നീ ആ സമയത്ത് ഈ കുട്ടനാടൻ നിൽക്കണ്ടേ സമത്തില് ഒന്നും കുട്ടനാടൻ പതങ്ങ് വ്യവഹാരമായി അത് നോക്കണം കേട്ടോ. ഈ ഇങ്ങനെയുള്ള പാട്ട് അതുമല്ല ചില ഏരിയകൾ മോനി താളത്തിലും ഒരു ടെമ്പോ ഒരു വീഴ്ചയിലുണ്ട്. ജങ്ക് ജങ്ക് താക്ക് ജങ്ക് 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 താക്ക് ജങ്ക് ജങ്ക്. ആ ഗ്രൂവ് ഇങ്ങനെ നമ്മുടെ ശരീരത്തുണ്ടാവണം. അവിടെ നിനക്കത് കൃത്യമായിട്ട് പാടാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് പാടി കേട്ടോ. അതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയും. പക്ഷേ ഇതും കൂടെ കുറച്ചും കൂടെ പവറാകാമായിരുന്നു. പിന്നെ ഇത് ആ ട്യൂണും ആ ഒരു കൃത്യത വരുത്തായിരുന്നു. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പ്രണവേ, നീ എന്താ അവന് പറഞ്ഞു കൊടുക്കായിരുന്നത്? അല്ല സാർ, അവൻ നന്നായിട്ട് ചെയ്തിരുന്നായിരുന്നു. ഇപ്പൊ എന്താ കുഴപ്പമില്ല. അപ്പൊ എന്തൊക്കെ, പക്ഷേ രണ്ടുപേരും കൂടെ ഉള്ള നിങ്ങൾ താങ്കൾ ഒരു പരസ്പര ചേർച്ചക്കുറവുണ്ടായിരുന്നെങ്കിലും അതൊരു രസമായിരുന്നു. രണ്ടുപേരും ചെയ്ത് വെരി വെരി. ഞാൻ കുറെ എൻജോയ് ചെയ്തടാ മക്കളെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. മഞ്ജരി ചേച്ചി. അഭിനവ്, എന്താ മാം? പ്രണവ് പൊള്ളിച്ചടുക്കി രണ്ടുപേരും. എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. എപ്പോഴും നമ്മൾ സ്റ്റേജിൽ എല്ലാവരും പാടാൻ ആഗ്രഹിക്കുകയും സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവരും പാടി ആടി തിമിർത്ത് പോകുന്ന ഒരു പാട്ടാണിത്. ഇതാരാ പാടിയത്? പാടിയത് കലാഭവൻ മണി സാറും പിന്നെ മധു ബാലകൃഷ്ണൻ സാറ്. ഓക്കെ, ബാക്കി കാര്യങ്ങള്? ലിറിക്സ് കൈതപ്രം കൈതപ്രം സാറ്. ഓക്കെ, മ്യൂസിക് മോഹൻ സാറ്. പിന്നെ പടത്തിന്റെ പേര് കാഴ്ച. ഓക്കെ, ഗുഡ്. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അല്ല, മോഹൻ സിത്താര സാറിന്റെ അദ്ദേഹത്തിന്റെ ക്രിയേഷൻസ് ശരിക്കും ബ്യൂട്ടിഫുൾ. നല്ലൊരു മനുഷ്യനും കൂടിയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ സോ ബ്യൂട്ടിഫുൾ. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഫസ്റ്റ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് മോഹൻ സാറിന്റെ ഒരു പാട്ടാണ്. പക്ഷെ അന്ന് അദ്ദേഹം അവിടെ ഇല്ല. ഇപ്പൊ ഈ ഹരിയുടെയൊക്കെ പ്രായമായിരിക്കും അല്ലെ? ഹരി ഏത് പ്രായത്തിലാണ് പാടി തുടങ്ങിയത്? ഫിലിമില് ആക്റ്റീവായിട്ട് പാടി തുടങ്ങിയത് അല്ല, ഒരു റെക്കോർഡിംഗ് 2015. 10 വർഷം. ഓക്കെ, 21 വയസ്സ്. ഇല്ല. ഞാന് 10ൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഓണം പ്രമാണിച്ചാണല്ലോ എല്ലാവരും നടക്കുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ പ്രത്യേകിച്ച് ഓർമ്മ വന്നത് ഓണക്കാലത്തുള്ള ഒരു മ്യൂസിക് ആൽബം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ദാസേട്ടനാണ് അത് പാട്ട് പഠിപ്പിച്ച് തന്നതും റെക്കോർഡ് ചെയ്തതും ഒക്കെ. പക്ഷെ മ്യൂസിക് ഡയറക്ടർ ശരിക്കും മോഹൻ സിത്താര സാറായിരുന്നു. അതെനിക്ക് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അത് സാറാണ്. കാരണം അന്ന് യാതൊരു ബോധവുമില്ല. പോകുന്നു, പാടുന്നു, കുറേ വഴക്ക്, ദാസേട്ടൻ്റെ അടുത്ത് കുറേ വഴക്ക് കൊണ്ടു. അവിടെ നിന്ന് ഫസ്റ്റ് ഒരു മൈക്ക് പ്ലേസ് ചെയ്തിട്ട് പാടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നല്ല മനോഹരമായ 2 ബ്യൂട്ടിഫുൾ ഓണപ്പാട്ടുകളായിരുന്നു അത്. അപ്പം എൻ്റെ ഒരു സംഗീത ജീവിതത്തിൽ ശരിക്കും നോക്കുമ്പോൾ തുടങ്ങിയത് മോഹൻ സിത്താര സാറിൻ്റെ സംഗീതം ആണ്. അറിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ആണെന്നുള്ളത്. അപ്പോൾ മോഹൻ സാറിൻ്റെ പാട്ടുകളിൽ എനിക്ക് കിട്ടിയ ഒരുപാട് നല്ല പാട്ടുകളുണ്ട്. സാറിന് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. രാത്രി മഴയിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു പാട്ടാണ്. അതുപോലെ നിറയെ പാട്ടുകൾ. അപ്പം സാറിൻ്റെ വേദികളിൽ പോലും നമ്മൾ സ്റ്റേജിൽ പാടുന്ന സമയത്ത് സാറിൻ്റെ ഒരു എനർജി. അപ്പം മോഹൻ സാറിൻ്റെ തന്നെ മനോഹരമായൊരു പാട്ട് മോനോട് കൊണ്ടുവന്നതിൽ ഈ ഒരു സെലക്ഷന് മോന് ഒരു വലിയ കയ്യടി. ഓക്കെ, പിന്നെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ഈ പാർട്ട്ണർ ഒരു അടിപൊളി പാർട്ട്ണറാ. സൂപ്പർ. പ്രണവ് നല്ലപോലെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് പ്രണവിനെ കുഞ്ഞിലെ കേൾക്കുമ്പോൾ ആ ശബ്ദമൊക്കെ മാറി ഇപ്പോൾ ഒരു ആണുങ്ങളുടെ ഒക്കെ ശബ്ദമൊക്കെ വന്നൊരു ഗാംഭീര്യതൊക്കെ വന്നു അല്ലേ? നല്ല രസമുണ്ടായിരുന്നു പ്രണവ് പാടുന്ന കേൾക്കാൻ. പിന്നെ ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഷാഹുല് ഒരുപാട് പാണിപ്പെട്ടോ നിങ്ങളുടെ ഡാൻസിന്? പഠിപ്പിച്ചു. നിങ്ങളെങ്ങനെ ഇഷ്ടപ്പെട്ടോ? പഠിപ്പിച്ചു, അങ്ങോട്ട് പഠിപ്പിച്ചു. എന്തായാലും ഡാൻസും പാട്ടും ഒക്കെ കൂടെ കലക്കി. നമ്മുടെ കോറസ് 4 പേരുണ്ടായിരുന്നില്ലേ? കൊള്ളാട്ടോ, അടിപൊളിയായിരുന്നു. എല്ലാം കൊണ്ട് ഇവിടെ ഒരു ഓളം സൃഷ്ടിച്ചു നിങ്ങൾ. അഭിനവ് നന്നായി പാടിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു പാടിയത്. കാരണം ഈ പാടുന്നതിൻ്റെ ഇടയിലുള്ള ഒരുപാട് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഡാൻസും മൂവ്മെന്റ്സും ഒക്കെ ഉള്ളതാണ്. അപ്പം അത്രയും ടെക്നിക്കാലിറ്റിയിലേക്ക് ആഴ്ന്നിറങ്ങി ചെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇങ്ങനെ പെർഫോമൻസ് ഓറിയന്റഡ് റൗണ്ട് ആകുമ്പോഴത്തേക്ക് കുറേയൊക്കെ നമ്മുടെ ഹ്യൂമൻ എലിമെന്റ് അങ്ങ് കയറി വരും. പക്ഷെ മോൻ അസലായി. സൂപ്പർ. പ്രണവ് ഉഗ്രൻ. താങ്ക് യു ചേച്ചി. ഹരിച്ചേട്ടാ? അഭിനവ് ആൻഡ് പ്രണവ് നന്നായിട്ട് പാടി. എന്താ പറയാ, നല്ല സോങ് സെലക്ഷൻ. മുമ്പ് പെർഫോം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഓക്കെ.
അപ്പോൾ എന്താ പറയുക, പ്രണവ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പ്രണവിൻ്റെ രീതിയിൽ അഭിനവിനെ സപ്പോർട്ട് ചെയ്തു. പിന്നെ കുറച്ച് എനർജി ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലൊരു ഭയങ്കര ത്രോ ആണ് വേണ്ടത്. ഇതിൻ്റെ ഒറിജിനൽ പിന്നെ പാടി വെച്ചിരിക്കുന്ന അറിയാലോ, രണ്ടുപേരും അത്രയും ത്രോയിലാണ്. അപ്പം നമ്മൾ കമ്പയർ ചെയ്യല്ല, ബട്ട് സ്റ്റിൽ ആ പാട്ടിന് വേണ്ട ഒരു എനർജി ഉണ്ട്. അപ്പം അത് കുറച്ച് ലാക്ക് ചെയ്തു എന്ന് തോന്നി. രണ്ടുപേരും ഈക്വലി ലാക്ക് ചെയ്തു. അപ്പം കുറച്ചും കൂടി ഒരു ഗുമ്മ് വരായിരുന്നു എന്ന് എനിക്ക് തോന്നി പേഴ്സണലി. പിന്നെ ഈ വേർഡ്സ് ഒക്കെ പറയുന്നതില്ലേ കുറച്ചുകൂടി ഒരു കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി, പുള്ളിക്കുയിലേ പുഞ്ചക്കിനി വെള്ളം വേവണം, വേമ്പനാട്ട് കായൽ തിരകൾ തുടിക്കുന്നു തകതിമിതി ഹൃദയ. ആ വേർഡ്സ് ക്ലാരിറ്റി എനിക്ക് കുറച്ചുകൂടി കിട്ടിയ എല്ലാം ഓപ്പൺ ആയിട്ട് പാടില്ലേ. തിര 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 ചെറുതിര തുള്ളും ചെറുകരയോളം മറുകരയോളം. അതുപോലെ കോറസും നിങ്ങളും കുറച്ചുകൂടി എനർജി ആവായിരുന്നു എന്ന് തോന്നി. കുറച്ച് ലാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മൊത്തത്തിലൊരു. കാരണം ഈ ഓർക്കസ്ട്രക്കാർ അത്ര എനർജറ്റിക് ആയിട്ടാണ് അവർ വായിക്കുന്നത് അല്ലേ, എല്ലാ ആർട്ടിസ്റ്റുകളും. അപ്പോൾ ആ ഒരു എനർജി നിങ്ങൾ കുറച്ചുകൂടി കൊടുത്തിരുന്നെങ്കിൽ അവരും ഒന്ന് ഉഷാറായിട്ട് വായിച്ചാൽ. അപ്പോൾ ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ എനർജിയാണ് ഏറ്റവും ഫസ്റ്റ് തിങ്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്, പിച്ചിങ് ഒക്കെ സെക്കൻഡറിയാണ്. ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ ആ ഒരു എനർജി ആണ് അഭിനവ് ഇനി തൊട്ട് ശ്രദ്ധിക്കേണ്ടത്. അഭിനവ് എപ്പോഴും ഒരു ഇച്ചിരി ലാക്ക് ചെയ്യുന്നുണ്ട്. അത് ഒന്നുകൂടി ഒന്ന് ബ്രേക്ക് ചെയ്തോടാ, ആ ഷെല്ലങ്ങ് ബ്രേക്ക് ചെയ്ത് നീ പാടിക്കോ. ശരി സാർ. കേട്ടോ, വേറെ ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എനിക്ക് ആ ഒരു എനർജി ആയിരുന്നു കുറച്ച് ലാക്ക് ചെയ്തെന്ന് തോന്നിയത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ചേട്ടാ. ഓക്കെ, അപ്പൊ അഭി ആൻഡ് പ്രണവ് ഇനി നമുക്ക് മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സാർ. മക്കളെ എന്തോ സാർ. 8.6 മാർക്സ്. താങ്ക് യു സാർ. ശരത് സാർ. ചേച്ചി. മക്കളെ 8.8 മാർക്സ്. താങ്ക് യു മാം. ചേച്ചി. ഹരിച്ചേട്ടാ. രണ്ടുപേർക്കും Okay, so total 17.4. And thank you, Pranav. Okay, all the best.